ഭക്തജനലക്ഷങ്ങൾക്ക് ദർശന പുണ്യമേകി മകരവിളക്ക്. പൊന്നമ്പലമെട്ടിൽ മകരവിളക്ക് ദൃശ്യമായത് തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം മകരവിളക്ക് കണ്ടു തൊഴുത് ഭക്തർ മലയിറങ്ങുന്നു. പെരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ നിർണായക വെളിപ്പെടുത്തലുമായി ഇഡി. നിയമവിരുദ്ധ വായ്പകൾ അനുവദിക്കാൻ പി രാജീവ് സമ്മർദ്ദം ചെലുത്തി. വെളിപ്പെടുത്തൽ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള നീക്കമെന്ന് മന്ത്രി പി രാജീവ്. തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വേഗത്തിലാക്കി കോൺഗ്രസും ബി.ജെ.പിയും. ഫെബ്രുവരി 4-ന് തൃശൂരിൽ കോൺഗ്രസിന്റെ മഹാറാലി. മല്ലികാർജ്ജുൻ ഖാർഗെ പങ്കെടുക്കും. കൊച്ചിയിൽ നാളെ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ. രാഹുൽ മാങ്കൂട്ടത്തിലെ അറസ്റ്റിൽ ഇന്നും പ്രതിഷേധം. ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് തല്ലി പോലീസ്. വനിതാ പ്രവർത്തകയുടെ മുടി ചവിട്ടിപ്പിടിച്ച പോലീസ് നടപടിയിലും പ്രതിഷേധം. DGPക്ക് കൃത്രിമ മുടി അയച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വീണ വിജയനെതിരായ കേന്ദ്ര അന്വേഷണത്തിൽ വിവരങ്ങൾ തേടി ഹൈക്കോടതി. രേഖകൾ ഹാജരാക്കാൻ കേന്ദ്രത്തിന് നിർദ്ദേശം. ഫോണിനെതിരായ VD സതീശന്റെ ഹർജിയിൽ പൊതുതാൽപര്യം എന്തെന്ന് ഹൈക്കോടതി. പ്രതിപക്ഷത്തിന് പബ്ലിസിറ്റിയുടെ ആവശ്യമില്ലെന്ന് സതീശൻ. രാജ്യത്തിന്റെ അതിർത്തി സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കരസേനാ മേധാവി. ഏത് വെല്ലുവിളിയെയും നേരിടാൻ സേന സജ്ജമാണെന്നും ജനറൽ മനോജ് പാണ്ഡെ. ദേശീയ കരസേനാ ദിനത്തിൽ സൈനികർക്ക് ആദരമർപ്പിച്ച് രാജ്യം.